സഹോദരങ്ങളെ, ഇത് ദൈവത്തിന് മനുഷ്യനോടുള്ള അനന്തമായ കരുണയാണ്, അളവില്ലാത്ത സ്നേഹമാണ്. ദൈവം അബ്രാഹാം എന്ന ഒരു മനുഷ്യനിലൂടെ തന്റെ സ്വന്തം ജനതയ്ക്ക് അവിടുന്ന് രൂപം നൽകി. അബ്രാഹാം എന്ന പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, നിന്നിലൂടെ ഈ ലോകത്തിലുള്ള സകല ജനതകളും യഥാർത്ഥ സത്യ ദൈവത്തെ തിരിച്ചറിയും. നിന്നിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളും യഥാർത്ഥ സത്യ ദൈവത്തെ തിരിച്ചറിയും. അങ്ങനെ അബ്രാഹത്തിലൂടെ ദൈവം രൂപപ്പെടുത്തിയ സ്വന്തം ജനത, അതാണ് ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ ദൈവം മഹാമാരികളിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് ചെങ്കടലിന് നടുവിലൂടെ വരണ്ട ഭൂമിയിലൂടെ എന്ന വണ്ണം നയിച്ച് അവിടുന്ന് 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നയിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനസമൂഹത്തെ അവിടുന്ന് നയിച്ചുകൊണ്ട് പോയപ്പോൾ മോശെ എന്ന പ്രവാചകനിലൂടെ ദൈവം നൽകിയ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, ദൈവം നൽകിയ കൽപ്പന. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, ആ ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്നാൽ ഈ മനുഷ്യ മക്കള് അവർ അന്ധകാരത്തിന്റെ അടിമത്തങ്ങളിൽ പെട്ടപ്പോൾ, അന്ധകാരത്തിൽ ആണ്ടുപോയപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയി. ദൈവത്തിന്റെ സൃഷ്ടവസ്തുക്കള്, പ്രപഞ്ചഗോളങ്ങൾ, ആകാശശക്തികള്, ഇടജന്തുക്കള്, വന്യമൃഗങ്ങള്, അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടികളെ അവർ ദൈവമായി കണ്ടാരാധിച്ചു. കല്ലിനെയും മണ്ണിനെയും തടിയെയും അവൻ കരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തി അവയെ ദൈവമായി കണ്ടാരാധിച്ചു. ഇത് അന്ധതയിൽ അന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യന് സംഭവിച്ച പിശാചിന്റെ കെണിയിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, സത്യം നമ്മൾ തിരിച്ചറിയണം. വചനം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയില്ല. സഹോദരങ്ങളെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമാണ്. നശ്വരമായ ഈ ലോകത്തിന് വേണ്ടിയല്ല, അനശ്വരമായ നിത്യജീവന് വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.